രാവിലെ ഒരു ചായ കുടിച്ചിട്ടാവും ഇന്നത്തെ യാത്ര. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ നമ്മുടെ പേരെഴുതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ താമസിക്കുന്ന ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ ഭക്ഷണം അവരവരുടെ പേരെഴുതി ഇതിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ചായ കുടിച്ചിട്ട് വേണം എന്നൊരു സ്ഥലത്തേക്ക് പോകാൻ. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കുതിരയുടെ പാല് വാങ്ങിച്ചാണ്. ഇനി ഇതെങ്ങനെയാണ് ടേസ്റ്റ് ആവാൻ നോക്കണം. എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഇവിടെ രണ്ടുപേരും ഇരുന്നിട്ട് ഗെയിം കളിയാണ്. ബ്രോ കഴിക്കാനായിട്ട് കോക്കനട്ടിൻ്റെ ഫ്ലേവറിൽ എന്തോ ഉള്ളൊരു സ്നാക്കുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടുന്ന ഒരു ബ്രെഡാണ്, അതും കൂടെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംസയുണ്ട്. അങ്ങനെ രാവിലെ പുറത്തിറങ്ങി. പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഈ ചാറ്റൽ മഴയത്ത് അൽമാട്ടി നഗരത്തെ മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ നനഞ്ഞ പാതകളും അതുപോലെ തന്നെ ഇരുണ്ടു മൂടിയ അന്തരീക്ഷവുമാണ് നമുക്ക് രാവിലെ കാണാനായിട്ട് സാധിക്കുന്നത്. മഴയെ വകവയ്ക്കാതെ ഞാൻ തണുപ്പ് ആസ്വദിച്ച് ഒരു ചെറിയ ഫുട്പാത്തിലൂടെ എൻ്റെ നടത്തം തുടർന്നു. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് അബൈ സ്ക്വയർ. ഇതൊരു സ്മാരകമാണ്. അബൈ ക്വനൻ ബിയോളി എന്നൊരു സാഹിത്യകാരൻ്റെ സ്മാരകമാണിതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നമ്മളിന്ന് കോക്ടോബെ എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്ന കോക്ടോബെ ഒരു ഹിൽ ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വിനോദസഞ്ചാര കേന്ദ്രം. ഇവിടെ നിന്നും കേബിൾ കാറിലാണ് സാധാരണ മുകളിലേക്ക് പോകേണ്ടതെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇവിടെ എന്തോ മെയിൻ്റെനൻസ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഷെയർ ടാക്സി എടുത്ത് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു. രാവിലെ പെയ്ത മഴയിൽ നിന്ന് അല്പം ശമനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വണ്ടി മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മല കയറി വേണം നമുക്ക് കോക്ടോബയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതൊക്കെ ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽസും ഉണ്ടാവും. ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയുള്ള ചെറിയ ഹോസ്റ്റലുകളും ഈ ഏരിയയിലുണ്ട്. ഈ മുകളിൽ കാണുന്നതാണ് അൽമാട്ടി ടവർ, അൽമാട്ടി ടെലിവിഷൻ ടവർ അല്ലെങ്കിൽ കോക്ടോബെ ടവർ എന്ന് പറയും. നമ്മൾ ഈ അൽമാട്ടി നഗരത്തിൻ്റെ ഏത് പിക്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടവറാണത്. ഒരു സ്റ്റീൽ സ്ട്രക്ചറാണത്. 371 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാർക്കിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ചുറ്റും ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം വൃക്ഷങ്ങളാണ് പോകുന്ന വഴിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കോക്ടോബയിലെത്തി. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കാണാം. ഇവിടെ നിൽക്കുമ്പോൾ അൽമാട്ടി നഗരത്തിൻ്റെ ഒരു വ്യൂ കണ്ടോ? അതായത് അൽമാട്ടി നഗരത്തെ മൊത്തത്തിലായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇവരിവിടെ എന്തൊക്കെയോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബുള്ളിൻ്റെ ഒരു ശില്പമുണ്ട്. അതിനെന്തോ ഒരു ചരിത്രമുണ്ട്. ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ബ്രോൺസ് വെച്ചിട്ടാണ്, വെങ്കലം വെച്ചിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴെ നിന്ന് കണ്ട അൽമാട്ടി ടവറാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ടിക്കറ്റിംഗ് കൗണ്ടറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കേബിൾ കാർ സ്റ്റേഷനാണ്. ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടാണ് എനിക്കിതിൽ വരാൻ സാധിക്കാത്തത്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിലൊരു വ്യൂ ഉണ്ട്. ഇവിടെ കുറേ ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇവിടെ കസാഖിസ്ഥാൻകാരാണ്. ഇതിലെ കേബിൾ കാറിൽ വരുന്നത് തന്നെ ഒരു അനുഭവമാണ്. കാരണം കേബിൾ കാറിൽ വരുമ്പോൾ നമുക്ക് സിറ്റി മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും.
ഞാനവരെ പരിചയപ്പെട്ടു. ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ആവേശമായി. അവരെൻ്റെ കൂടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ അവരെ പിന്നിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, കോഫി കുടിക്കാം. ഒരു ജയൻ വീലുണ്ട്. ഈ കോക്ടോബയുടെ പ്രധാന ആകർഷണമാണ് ഈ ജയൻ വീലെന്ന് പറയുന്നത്. ഈ മലയുടെ മുകളിലേക്ക് വന്നപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ മാറി. നല്ല വെയിൽ, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. കസേരയിലൊന്നും ആളില്ല. ഇതൊരു കോഫി ഷോപ്പാണ്. ഈ കോഫി ഷോപ്പിൻ്റെ അപ്പുറത്ത് ഒരു വ്യൂ ഉണ്ട്. കുറേ മലനിരകൾ, അവിടെ ഇങ്ങനെ വൃക്ഷങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു വനം പോലെ. അതുപോലെ തന്നെ ദൂരെ മഞ്ഞുമലകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ആൾക്കാർ വന്ന് നിറയുക. ഈ കാണുന്നതൊക്കെ കോഫി ഷോപ്പുകളാണ്. ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കടകളുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നതും കാത്ത് ജീവനക്കാരിരിക്കുകയാണ്. ഞാൻ തന്നെയാണെന്ന് കോക്ടോബയിലേക്ക് വന്നത്. ഇർഫാൻ ബ്രോ ബിസിനസ് സംബന്ധമായ എന്തോ ആവശ്യമുള്ളതുകൊണ്ട് ഇന്ന് വന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടുന്ന് കാഴ്ചകൾ നടന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടുത്തെ അൽമാട്ടി നഗരത്തിലെ കുറേ വലിയ വലിയ കെട്ടിടങ്ങൾ ഇവിടുന്ന് കാണാൻ സാധിക്കും. താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹായ്. പാവം ചേട്ടൻ. ഞാൻ ആദ്യം അയാളോടാണ് സംസാരിക്കുന്ന ആൾക്ക് മനസ്സിലായില്ല. പിന്നീട് എനിക്കൊരു ഹായ് തന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു പാർക്കാണ്. ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ബെഞ്ചിൽ നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ കോഫി കുടിക്കാം, എവിടെ ഇരിക്കാം. ഈ കാണുന്നതാണ് മൊണ്യൂമെൻ്റ് ഓഫ് ബീറ്റിൽസ്. ഇംഗ്ലീഷ് റോക്ക് ബാൻഡായ ബീറ്റിൽസിൻ്റെ സ്മാരകമാണ് ഇത്. 2007 പ്രശസ്ത ശില്പകാരൻ എഡ്വാർഡ് ഗസറിയാനാണ് ഈ ബ്രോൺസ് ശില്പം നിർമ്മിച്ചത്. ധാരാളം ആളുകൾ പാർക്കിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികളുമായിട്ട് അവധി ദിവസം ആഘോഷിക്കാൻ എത്തിയതാണ് ഇവരൊക്കെ. ഇവിടെ പരമ്പരാഗത കസാക്ക് കൂടാരത്തിൻ്റെ മാതൃകയിൽ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടവർ നമുക്ക് കാണാൻ പറ്റും. ഈ ബിൽഡിങ് ഇവിടുത്തെ ഒരു ചെറിയൊരു മ്യൂസിയമാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറാനായിട്ട് ഞാൻ നോക്കിയില്ല. ഞാൻ അവിടെ നിന്നും പതിയെ നടന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ, കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല മുതിർന്നവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു പാർക്ക് പോലെയാണ് ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ. ഹായ്. ഫ്രം ഇന്ത്യ. ഇന്ത്യ. Nie. Ja, Kazakh? CCP. Video. Work? YouTube. Yeah, CCP work club. ആള് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം കസാഖ് ഭാഷയിൽ എന്തോ പറയുന്നു. ഞാൻ ഇംഗ്ലീഷിൽ, ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല, എനിക്കും ഒന്നും മനസ്സിലായില്ല. അവിടെ നടന്ന് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഏരിയയാണ്. ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒരു പക്ഷേ ആളുകൾ വരുന്നതേ ഉള്ളായിരിക്കും, അല്ലെങ്കിൽ ഇത് ടൂറിസ്റ്റ് സീസൺ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. കോക്ടോബെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ഈ ടവർ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ടെലിവിഷൻ ടവറാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും ഇവിടെ നടക്കേണ്ടത്. ഇതൊരു ഫോട്ടോഗ്രാഫിക് സ്പോട്ടാണ്. ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോഗ്രാഫിക് സ്പോട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അവരെന്തെങ്കിലുമൊക്കെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിന്റിൽ നിന്നിട്ട് ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഇവിടെ സീസൺ ആയി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ടൂറിസ്റ്റുകൾ കുറവായതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. This is 100 rupees. 491 tenge. Rupiah. Yeah. Indian rupee. This Mahatma Gandhi. Gandhi or Gandhi. Yeah, Gandhi. Thank you. Spasiba. ഇവർ കസാക്കുകാരാണ്. ഞാൻ ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഇന്ത്യൻ റുപ്പി കാണാൻ ആഗ്രഹം. അപ്പോൾ എൻ്റെ പേഴ്സിൽ 100 രൂപ ഉണ്ടായിരുന്നു. ഞാനത് എടുത്തു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എടുത്തോട്ടെന്ന് ചോദിച്ചു. പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് നോട്ടൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ നടന്നു പോന്നു.
ഇവിടെ നടന്നു വരുന്ന വഴിയിൽ കുറച്ച് കടകളുണ്ട്. ഈ കടയിലെല്ലാം തൊപ്പികളും അതുപോലെ തന്നെ വിൻ്ററിലേക്ക് ഉപയോഗിക്കേണ്ട കമ്പിളി വസ്ത്രങ്ങളൊക്കെയാണ്. കാട്ടുമൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കിയ ഈ കമ്പിളി വസ്ത്രങ്ങൾ തനത് കസാക്ക് ശൈലിയിൽ അവർ നിർമ്മിച്ച് സുവനീറായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ കസാഖിസ്ഥാനിൽ എവിടെ പോയാലും ഒരാൾ പരുന്തിനെ കൊണ്ട് നിൽക്കുന്നത് കാണാം. എവിടെ ചെന്നാലും പരുന്തിനെ കാണാൻ പറ്റും. ഞാൻ ഈ നടന്നു പോകുന്ന സ്ഥലം ഒരു സൂ ആണ്. സൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് മൃഗങ്ങളെ ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഇത് മാനാണ്, റെയിൻഡിയർ പോലെ ഇരിക്കുന്നത്. അതിൻ്റെ കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ റെയിൻഡിയറിനെ പോലെ തോന്നും, പക്ഷേ ഇത് സാധാ മാനാണ്. അങ്ങനെ കുറച്ച് മൃഗങ്ങളെ വളർത്തുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ ഒരു അപ്പൂപ്പൻ ഐസ്ക്രീം കടയാണെന്ന് തോന്നുന്നു. ഫുഡ് ഓക്കെ. 300 ടെങ്കയാണ്. 300 ടെങ്ക എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു 50-60 രൂപയൊക്കെ വരും. നോട്ട് ഹംഗ്രി സ്പെസിവാ. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ആളുകൾ കുറേ വരുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി, വെയിൽ മാറിയിട്ട് ആകാശം മുഴുവൻ ഇരുണ്ടുകൂടി. മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മഴയെത്തും മുമ്പേ ഹോസ്റ്റലിലേക്ക് എത്തണം. ഇനി ഇവിടെ കാഴ്ചകളൊന്നും കാണാനില്ല, അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോവാം. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. നമുക്ക് ഇനിയിപ്പോൾ ഈ വാനിൽ കയറിയിട്ട് താഴേക്ക് പോവാം. സീറ്റ് തന്നെ ഇരിക്കാം. കോക്ടോബയിൽ നിന്ന് അൽമാട്ടി സിറ്റിയിലേക്ക് എത്തി. ഈ കാണുന്നതാണ് കസാഖിസ്ഥാൻ ഹോട്ടൽ. ഇതിൻ്റെ പുറകിലാണ് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ. അപ്പോൾ ഇതിന് തൊട്ട് താഴെ ഒരു പാർക്കുണ്ട്. പാർക്കിലൂടെ വേണം നമുക്ക് ഹോസ്റ്റലിലേക്ക് എത്താൻ. നാളെ തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാഴ്ചകളിൽ കൂടെ പോകണം. ഇവിടുത്തെ മെട്രോയിൽ നമ്മൾ കയറിയില്ല, മെട്രോയിൽ കയറണം. അങ്ങനെയുള്ള കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.